ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലക്ഷ്മൺ ഉത്തേക്കർ തിരക്കഥ സംവിധാനം ചെയ്ത് വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത് ഈ വർഷം, അതായത് 2025 ഫെബ്രുവരി 14 റിലീസ് ചെയ്ത ഒരു ബോളിവുഡ് സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് ഛാവ. ഛാവയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലയൺ കബ് എന്നാണ്, അഥവാ സിംഹക്കുട്ടി. ഈ സിനിമ എന്ന് പറയുന്നത് ശിവജി സാവന്ത് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് എഴുതിയ ഛാവ എന്ന് പറയുന്ന ഒരു നോവലിന്റെ ബേസിസിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ നമുക്ക് വേണമെങ്കിൽ ഒരു ഹിസ്റ്റോറിക് ഒരു ആക്ഷൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ ഒരു റിയൽ ലൈഫ് ഒരു ഇൻസിഡന്റിന്റെ ബേസിസിലുള്ള ഒരു സിനിമയാണ്. അതായത് ഇതിന്റെ ബേസ് പ്ലോട്ട് എന്താന്ന് വെച്ചാൽ, ഛത്രപതി ശിവജി മഹാരാജ്, അതായത് മറാഠ എംപയറിന്റെ കിങ് ആണ്. പുള്ളിക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആ പുള്ളിക്കാരന്റെ ഒരു സ്ഥാനത്തേക്ക് മകനായിട്ടുള്ള സംഭാജി മഹാരാജ് ആ ഒരു പൊസിഷനിലേക്ക് വരികയാണ്. അവരുടെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് മുഗൾസ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ടൈമിൽ ഔറംഗസേബാണ് ആ ഒരു പൊസിഷനിലുള്ള. ഈ ഒരു കഥ നടക്കുന്നത് 1600s ഒരു മിഡ് ആ ഒരു ടൈമിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പൊ ശിവജി മഹാരാജിന്റെ മരണത്തിന് ശേഷം അവരാണെങ്കിൽ ഔറംഗസേബ് അല്ലെങ്കിൽ മുഗൾ എംപയർ എന്ന് പറയുന്നത് ഇവരുടെ മണ്ടയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതും അത് അവർ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് വെച്ചാൽ. ഔറംഗസേബായിട്ട് വരുന്നത് അക്ഷയ് ഖന്നയാണ്. അതുമാതിരി തന്നെ സംഭാജി മഹാരാജിന്റെ വൈഫായിട്ട് വരുന്നതാണ് രാധിക മന്ദാനയുടെ യേശുബായ് ബോൺസൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ബാക്കിയുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഡയാന പെന്റി ഉണ്ട്, ദിവ്യ ദത്തയുണ്ട്, ആശുതോഷ് റാണ, വിനീത് കുമാർ ഉണ്ട്, പ്രദീപ് റാം ഉണ്ട്. പുള്ളിക്കാരൻ നമ്മൾ യൂഷ്വലി ഒരു വില്ലൻ ഒരു ക്യാരക്ടേഴ്സ് ആണ് കാണുന്നത്. പുള്ളിക്കാരിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. രോഹിത് പാത്തക് ഉണ്ട്. പിന്നെ നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് ഈ ഒരു സിനിമയിൽ. അജയ് ദേവ്ഗണിന്റെ ഒരു നരേഷനിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഇതൊരു 2.5 മണിക്കൂർ സിനിമയാണെങ്കിൽ നമുക്ക് ലാഗ് എന്ന് പറയുന്ന കാര്യം അങ്ങനെ വലുതായിട്ട് തോന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടാണ്. ഈ ഒരു 2 പാർട്ടായിട്ട് വേണമെങ്കിൽ ഈ ഒരു സിനിമ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. ഒരുപാട് ഇവന്റ്സും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബിലീവബിൾ ഒരു ഫാക്ടർ വന്നേനെ എനിക്ക് തോന്നുന്നു. 2.5 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ടൈം ഡ്യൂറേഷനിൽ നിർത്തണം, അല്ലെങ്കിൽ 3 മണിക്കൂർ മാക്സിമം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇവന്റ്സ് അവർ ചെയ്യാതെ കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ചില കാര്യങ്ങളൊന്നും സ്റ്റാർട്ടിങ്ങിലുള്ള ഇപ്പൊ എന്താണ് സംഭവിച്ചേക്കുന്നത്, ഇവന്റ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ശിവജി മഹാരാജിന്റെ ഒരു മരണം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കഥ തുടങ്ങുന്നതിന്. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന ചെറിയ സീൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അവർ കാണിച്ചിട്ടില്ല. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഇവന്റ്സ് കാണിക്കാനുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പൊ അതെല്ലാം വളരെ ക്രിസ്പായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കഥയുടെ ഡെപ്തിലോട്ട് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനു മുമ്പ് മുഗൾസും അതുമാതിരി തന്നെ എന്താ പറയാ മറാഠ എംപയർ തമ്മിലുള്ള റൈവൽറി അതൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് എപ്പോൾ തൊട്ടുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. പണ്ട് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയിലുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സർട്ടൻ പോയിന്റിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്ക് ബിലീവബിൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഫീല് കിട്ടണം എന്നില്ല. ഈസ് ഇറ്റ് എ ഗുഡ് മൂവി എന്നൊരു ഒറ്റ വാക്കി ചോദിച്ചാൽ ഓഫ് കോഴ്സ് യെസ്, വളരെ നല്ലൊരു മൂവി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പൊ പറഞ്ഞ മാതിരി 1-2 പാർട്ട് ആക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലോങ് ആയിട്ട് കുറച്ചും കൂടി സ്റ്റോറി, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഈ ഒരു സിനിമ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സിനിമ ഇപ്പോൾ OTT-യിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പൊ റിലീസ് ചെയ്തത്. ഈ ഒരു സിനിമ OTT-യിൽ കണ്ട സിനിമയേ അല്ല എന്നുള്ളതാണ് കാര്യം. ഇതിന്റെ വിഷ്വൽസ് ആണെങ്കിലും ശരി, സൗണ്ടിങ്, BGMs, ആ ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഒരു തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാര്യം അത്രയ്ക്ക് ലാർജർ ദാൻ ലൈഫ് അല്ലെങ്കിൽ അത്രയും ഒരു വൈഡ് ഒരു വിഷ്വൽ സ്പെക്ട്രം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സിനിമയിൽ. ഒരുപാട് ഭംഗിയുള്ള വിഷ്വൽസ്, സിനിമാറ്റോഗ്രഫിയുടെ കുറെ ബ്രില്യൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും നമുക്കൊരു ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അത്രയും വലിയൊരു സ്ക്രീനിൽ കാണുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സിനിമയിൽ കുറച്ച് ഡ്രാമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കുറച്ചൊരു പ്ലോട്ട് ഫോർമേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് അത്ര പോരായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇതിന്റെ ആക്ഷൻസിലോട്ടൊക്കെ വരുന്നത് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചില ആക്ഷൻസ് ഒക്കെ തന്നെ കുറച്ച് ഓവർ ദ ടോപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് രീതിയിൽ ഒരിക്കലും ഈ സിനിമ എടുത്ത് വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ചില സീൻസ് ഒക്കെ തന്നെ കുറച്ച് ഒരു പൊടിക്ക് ഓവറായതുപോലെ, കുറച്ച് മാസ് മസാല കൂടുതൽ എറിഞ്ഞ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു സീൻസ് ഒക്കെ എടുത്ത് വെക്കാമായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാര്യം ഓഫ് കോഴ്സ് ഇതൊരു ഹിസ്റ്ററിയിൽ നടന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ അത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കണക്ട് ആയിരുന്നു, കുറച്ചുകൂടി ബിലീവബിൾ രീതിയിൽ നമുക്ക് ഒരു സിനിമേനെ കാണാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുമാതിരി തന്നെ ഇതിന്റെ മ്യൂസിക് ഒക്കെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അത്ര ഗംഭീരം എന്ന് എനിക്ക് പറയുന്ന ഒരു രീതിയിൽ തോന്നിയിട്ടില്ല. റഹ്മാനാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരന്റെ അത്രയും വിവരവും അത്രയും കഴിവോ മ്യൂസിക്കിനെ കുറിച്ച് ജ്ഞാനം പരിജ്ഞാനം ഒന്നും എനിക്കില്ല എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം.
ഞാൻ എൻ്റെ ഒരു ആസ്വാദനത്തിന്റെ ഒരു ബേസിസിലാണ് പറയുന്നത്. ഒരിക്കലും ഈ ഒരു മ്യൂസിക് നല്ലതല്ല എന്നുള്ളതല്ല. എനിക്ക് ഈ ഒരു മ്യൂസിക് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ബീജംസ് ആണെങ്കിലും മിക്കതും അത്രയും ഒരു കണക്ഷൻ എനിക്ക് കിട്ടിയ മാതിരി തോന്നിയിട്ടില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീജംസ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. മ്യൂസിക് ഒക്കെ ആണെങ്കിൽ വളരെ ഡിഫറെൻറ്റ്, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു സംഭവം തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് സ്പെസിഫിക്കലി ടു മൈസെൽഫ് എനിക്കിത് അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് മാത്രം. എനിക്ക് ഹിന്ദിയിലുള്ള പരിജ്ഞാനം കുറവായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആദ്യം എനിക്കൊരു സ്റ്റാർട്ടിങ് ഒരു ഹാഫ് ആൻ അവർ ടു 1 hour വരെ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇതാരാണ്, ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇവരെന്താണ് ഇങ്ങനെ, ഇതാരാണെന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡയലോഗ്സ് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അതെനിക്ക് എടുക്കാൻ പറ്റാത്ത എൻ്റെ ഗ്രാസ്പിംഗ് പവറിൻ്റെ കുറവായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒട്ടും ഒരു ക്ലാരിറ്റി എനിക്ക് വന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഒരുപാട് ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമ കണ്ട് തുടങ്ങിയപ്പോഴത്തേനും. അത് കഴിഞ്ഞിട്ട് നെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ഇന്ന ആളാരാണ്, ഇതാരാണ് എന്നൊക്കെയുള്ള ഞാൻ സെർച്ച് ചെയ്ത് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ സിനിമ കണ്ടു തുടങ്ങുന്നത്. ഇൻ ദ സെൻസ് ഒരു ഹാഫ് ആൻ അവർ 1 hour ആ ഒരു ടൈം ആയപ്പോഴും എൻ്റെ കൺഫ്യൂഷൻ മാറാത്തതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇവരിന്നെയാണ്, ഇതാണ് തമ്മിലുള്ള റിലേഷൻ എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലായതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിന്ദി എന്താ പറയുക നോളജ് അല്ലെങ്കിൽ ഹിന്ദി ഒരു ഭാഷയുടെ നിങ്ങളുടെ കമാൻഡ് വളരെ നല്ലതാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്രയ്ക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ നിങ്ങൾ മേ ബി ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ തോന്നും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ജസ്റ്റ് ഈ ഒരു ക്യാരക്ടേഴ്സ് ആരാണ്, എന്താണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ത്രില്ലിംഗ് മൂമെന്റ്സ് ഒരുപാടുണ്ട് ഈ ഒരു സിനിമയിൽ. ഒരുപാട് ആക്ഷൻസ് ആണെങ്കിലും ശരി, ഡയലോഗ് ആണെങ്കിലും ശരി, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സംഭ മഹാരാജിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ഗംഭീരമായിട്ട് അതെന്താണോ വേണ്ടത് അത് വിക്കി കൗശൽ കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. എസ്പെഷ്യലി ഔറംഗസേബിന്റെ ആ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നത് നമ്മുടെ അക്ഷയ് ഖന്ന വാസ് ടു ഗുഡ്. അതായത് ഔറംഗസേബ് ഒരുപാട് പ്രായമായിട്ടുള്ള ഒരു ടൈമിന്റെ ഒരു പരിപാടിയൊക്കെ കാണിക്കുന്നത്. ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, കുറച്ച് ടൈം പീരീഡിൽ ഒരു വ്യത്യാസം വരും. എന്നാലും നമുക്ക് തോന്നില്ല ഇത് അക്ഷയ് ഖന്നയാണോ ചെയ്യുന്നതെന്ന് തോന്നി. ഈ ഒരു ക്യാരക്ടർ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് ഈ പുള്ളിക്കാരൻ്റെ മോഹം മാറിയല്ലോ എന്നൊക്കെ തോന്നുന്നു. കാര്യം അത്രയും നന്നായിട്ട് ആ ഒരു ക്യാരക്ടറിനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് സ്ക്രീനിൽ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും പുള്ളിക്കാരൻ്റെ ഒരു സാധനം ഉണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മേക്കപ്പ് ടു ഗുഡ് എന്ന് വെച്ചാൽ ടു ഗുഡ്. ഇതിൻ്റെ അകത്തുള്ള മേക്കപ്പ്, അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വേറെ ലെവലാണ്. നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേനും നമ്മൾ ആ ഒരു സ്ഥലത്ത്, ഈ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് നമ്മൾ ഉള്ളതുപോലെ നമുക്ക് തോന്നും എന്നുള്ളതാണ്. അവർ അത്രയും ക്ലാരിറ്റിയിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡ്രസ്സാണെങ്കിലും ശരി, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും ശരി, കുറെ പ്രോപ്സ് ഒക്കെ ഉണ്ട്, കുറെ ടെന്റ്, പിന്നെ യുദ്ധത്തിന്റെ കുറെ സാധനങ്ങൾ, കുറെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ്. ഇറ്റ്സ് എ ബിഗ് ബഡ്ജറ്റ് മൂവി. അത് നമുക്ക് കാണാനും പറ്റും സ്ക്രീനിൽ എന്നുള്ളതാണ്. ഇതിൽ എല്ലാവരുടെ ആക്ടിങ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഒരാളുടെ ആക്ടിങ് പോലും അത്രയ്ക്ക് പോരാ എന്ന് എനിക്ക് തോന്നിയില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യും. പക്ഷേ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് അത്രയ്ക്ക് കണക്ട് ആയില്ല എന്നുള്ളതാണ്. ആക്ഷൻസിന്റെ ഇടയിലുള്ള ചില സീൻസ്, ചില പാട്ടൊക്കെ തന്നെ അതിലൊരു കണക്ഷൻ തോന്നിയില്ല. സീൻ എവിടെയോ പോകുന്നു, ഫൈറ്റ് കോറിയോഗ്രഫി വാസ് ഗുഡ്. ആ ഒരു സീനിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു സീൻ എവിടെയോ പോകുന്നു, മ്യൂസിക് അതിൽ അത്ര കണക്ട് ആവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നല്ലൊരു സിനിമ എന്ന് എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയേനെ എന്നുള്ളതാണ്. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേനും ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു സാധനമല്ല. എനിക്കറിയില്ല, എനിക്ക് കഥ എന്താണെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴത്തേനും ആ ഒരു ക്ലൈമാക്സിൽ വിക്കി കൗശലിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ തന്നെ വേറെ ലെവലായിരുന്നു. ആ ക്യാരക്ടറിന് അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. രശ്മിക മന്ദാന ആണെങ്കിലും ശരി, വലുതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ ചെയ്യാനുള്ളതൊക്കെ ഡീസെൻ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ, ഒരു മോശം ഒന്നും പറയാൻ ഒന്നും ഇല്ലാതെ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്ന കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഇറ്റ് വാസ് ഗുഡ്. ഈ സിനിമയ്ക്കകത്ത് കുറച്ചൊരു ഫസ്റ്റ് ഹാഫ് ആ റേഞ്ച് ഒക്കെ കഴിയുമ്പോഴത്തേന് തന്നെ, അല്ല ടു ബി ഓണസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ കുറച്ച് ബ്ലഡ് ഷെഡും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ. ഓഫ് കോഴ്സ് യുദ്ധം ഒരു മോഡാണല്ലോ, അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോഴത്തേന് ഈ ബ്ലഡ് ഷെഡ് വയലൻസ് എന്നൊക്കെ പറഞ്ഞ എക്സ്ട്രീം ഒരു സാധനം ഉണ്ട് ഈ ഒരു സിനിമയിൽ. അത് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മേ ബി നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ കഥ എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഒരു ഫൈറ്റ്, ബാക്കി ആ ഒരു സിനിമ പോകുന്ന രീതി, ആ ഒരു കഥ പ്രോഗ്രസ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു പോർഷനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൽ സ്ക്രീൻ പ്ലേ, ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലോട്ട് പോകുന്ന ട്രാൻസിഷൻ ആണെങ്കിലും ശരി, ഈ രണ്ട് സീൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലൊന്നും അത്രയ്ക്ക് നന്നായിട്ട്
വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ബന്ധമില്ലാത്ത ചില സീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മാതിരിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നടക്കുമ്പോൾ അതൊരു ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് നടക്കുന്നത്. ഒരിക്കലും ഇന്ന് നടക്കുന്നു നാളെ നടക്കുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഒരു ടൈം ഫ്രെയിം കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കാലം അത് എടുത്തു എന്നൊക്കെ ഉള്ളത് അതൊന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്നൊരു തോന്നുന്നുണ്ട്. ഇതൊക്കെ കാരണം നമുക്ക് ക്ലാരിറ്റി അത്രയ്ക്ക് കിട്ടില്ല. ഈ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇവന്റിനെ കുറിച്ചുള്ള ക്ലാരിറ്റി കുറച്ചൊന്ന് കുറഞ്ഞു പോയെന്ന് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അക്കോർഡിംഗ് ടു മീ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കണ്ടിട്ട് നിരാശ തോന്നാനുള്ള കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു നല്ല ഔട്ട്പുട്ട് തരാനായിട്ട് ചിലപ്പോൾ മ്യൂസിക്, അതുപോലെ തന്നെ ഫൈറ്റിലെ ചെറിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ചും കൂടി വലുതാക്കിയിരുന്നെങ്കിൽ, ചിലപ്പോൾ ഒരു 3 മണിക്കൂർ വരെ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര ഫാസ്റ്റ് മൂവി മാത്രം എൻജോയ് ചെയ്യുക എന്നുള്ള ഒരാളല്ല. എനിക്ക് കുറച്ച് ഡ്രാമ, ഒരു പ്ലോട്ട് ഇങ്ങനെ അതൊന്ന് പ്ലോട്ട് തിക്കൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഒക്കെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്ലോ പേസ് മൂവി ആണെങ്കിൽ ഐ എം ഹാപ്പി വിത്ത്. അപ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർ ചിലപ്പോൾ അത് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് വരെ ഒരുപാട് ഒരു കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ കുറച്ചും കൂടി ഒരു പ്ലോട്ടൊക്കെ ഒന്ന് കാണിച്ച് കുറച്ചും കൂടി ഒരു സ്ലോലി അത് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയാൽ ഈ കഥയെക്കുറിച്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഇവൻസും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ഈ കൺഫ്യൂഷൻസ് കുറേ കാര്യങ്ങളൊക്കെ കുറഞ്ഞിരുന്നേനെ. അപ്പോൾ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി, ഗംഭീര മൂവി എന്ന് പറയാനുള്ള ഒരു ലെവലിൽ എത്തേണ്ട ഒരു മൂവി. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സാറ്റിസ്ഫൈഡ് ആണോ? ഓഫ് കോഴ്സ് യെസ്. ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണോ? നോട്ട് അറ്റ് ഓൾ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സിനിമയെക്കുറിച്ച്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 10ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് ഈ സിനിമ കാണണോ കാണണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവം ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻറ്റിൽ ദെൻ ബൈ.